അവൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായത് ഫെബ്രുവരിയിലാണ്. മാർച്ചിൽ അവർക്ക് പ്ലേസ്മെൻ്റായി EY പൂനെയിൽ. ടാക്സ് ഓഡിറ്റിങ്ങിലാണ് അവർക്ക് താല്പര്യം. അപ്പം EY പൂനെയിൽ കിട്ടിയ ടാക്സ് ഓഡിറ്റിങ്ങിലാണ്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. മറ്റ് കമ്പനികളിലും കിട്ടിയായിരുന്നു. അപ്പം മാർച്ച് 18-നാണ് അവളവിടെ ജോയിൻ ചെയ്തത്. ആദ്യത്തെ കുറച്ച് ദിവസം ഓറിയൻറ്റേഷനായിരുന്നു. പിന്നെയാണ് ഇവരുടെ ഓഡിറ്റ് ടീം 6 ഓഡിറ്റ് ടീമുണ്ട്. ഇവിടെ ഉണ്ട് ഓഡിറ്റ് ടീമിന് ആണ് ഈ ബജാജ് ഓട്ടോ അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ ഓഡിറ്റിംഗ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. എത്ര വർഷമായി മക്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഫെബ്രുവരിയിലാണ് പാസ്സായത്. മാർച്ച് 18-നാണ് ജോയിൻ ചെയ്തത്, EYയിൽ ജോയിൻ ചെയ്തത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി മകൾ വിളിച്ചപ്പോഴാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പ്രശ്നത്തെപ്പറ്റി? ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ പറ്റിയിട്ട്. അതായത് ഇവൾക്ക് ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ കമ്പനികളുടെയൊക്കെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനകം ചെയ്തു തീർക്കണം. അപ്പോൾ 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു 1:30 മണിയാകും അവളുടെ റൂമിലെത്തുമ്പോൾ അങ്ങനെയാണ് അവൾക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വന്നത്. കമ്പനിയുടെ പ്രതികരണം എന്താണ്? കമ്പനി ചെയർമാൻ തന്നെ ഞങ്ങൾ ഈ മെയിൽ ഒരു 10 ദിവസം മുമ്പ് അയച്ചപ്പോഴാണ് കമ്പനി ഇന്ത്യയുടെ ചെയർമാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇപ്പം ഓവർസീസിലായിരുന്നു മെയിൽ കിട്ടിയത്. പുള്ളി അതിന് ശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്തേക്കണം. ഇനി ഞങ്ങളൊരു ഫോറം ഉണ്ട്, ആ ഫോറത്തിൽ ഇനി ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളൊരു മറുപടിയാണ് പുള്ളി തന്നേക്കുന്നത്. ഇതൊരു നിയമ പോരാട്ടമായിട്ട് കണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക. ഇനിയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. EY മാത്രമല്ല, മറ്റ് കോർപ്പറേറ്റുകളിൽ ഇങ്ങനെയാണ് വർക്ക് കൾച്ചർ. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം സമയത്തിന്, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.